ചൈതന്യവും ഒരു കാലഘട്ടത്തിൻ്റെ ഗൈഡൻസുമായിരുന്നു മഹാനായ സീതാലവി മൗലൂദ് അവരുടെ ജീവിതത്തിലൂടെ മലബാറിലും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമെല്ലാം ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുള്ളത്. അശാന്തിയും അരക്ഷിതാവസ്ഥയും പടർന്നിരുന്ന ഒരു കാലത്താണ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദൂതുമായി മഹാനവറുകൾ ഹദർമൗത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. ഇന്നാട്ടിലെ ജനങ്ങളോട് മഹാനവറുകൾ പുലർത്തിയ സ്നേഹവും മഹാനവറുകൾ പുലർത്തിയ വിശ്വാസ്യതയും അതുപോലെ തന്നെ സൗഹൃദവും സാഹോദര്യവും അത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിന് എന്നും മാതൃകയാണ്. ബഹുസ്വരതയിലൂടെയാണ് നമ്മുടെ രാജ്യം ശക്തി പ്രാപിച്ചിട്ടുള്ളത്. ബഹുസ്വരതയുടെ ഐക്യം, സാഹോദര്യം എന്നതുപോലെ തന്നെ സുഹൃത് ബന്ധം ഇതിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു മഹാനായ മൗലൂദ് അവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. വൈദേശികാധിപത്യം ഇന്ത്യയെ കാർന്നു നിന്നിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. ബ്രിട്ടീഷുകാരുടെ ആ ആധിപത്യത്തിൽ നിന്നും നാടിനെ മോചിപ്പിക്കുന്നതിനും അവരുടെ അക്രമങ്ങൾ, അവരുടെ അടിച്ചമർത്തലുകൾ, അതിനെതിരെ ശക്തമായ പോരാട്ട ബീജത്തോടെ മഹാനവറുകൾ നമുക്ക് നേതൃത്വം നൽകുകയുണ്ടായി. അന്ന് ഈ മലബാറിലുണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള മറ്റ് നേതാക്കൾ, നാരായണ മേനോനെ പോലെയുള്ളവർ, മാധവ മേനോനെ പോലെയുള്ളവർ, നാരായണ മേനോനെ പോലെയുള്ളവർ, അവരെല്ലാം ഭഗവതത്തൻ നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവർ, അവരൊക്കെ തന്നെ മഹാനവറുകളോട് ചേർന്നിരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. മഹത്തായ മമ്പറം പള്ളിയുടെ അങ്കണങ്ങൾ ആ സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ മാതൃകയായി ആ കാലഘട്ടം തൊട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അയംസിയാർ പോലെയുള്ളവർ, അതുപോലെ തന്നെ കുഞ്ഞമ്മദാജിയെ പോലെ പോരാട്ട വീരന്മാരും അവരൊക്കെ തന്നെ ഉദ്ദേശശുദ്ധിയോടെയാണ് അവർ രംഗത്തിറങ്ങിയത് എന്ന് പറയും. നാടിനെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്നും അവരുടെ കയ്യേറ്റങ്ങളിൽ നിന്നും അടിച്ചമർത്തകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാവരും നമുക്ക് മാതൃകയോടെ പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. ആ മഹത്തായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോഴും ആത്മീയമായിട്ടുള്ള നേതൃത്വം മഹത്തായ ഈ മഖാമിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കുറച്ച് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും ഇവിടെ ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ മഹനീയമായിട്ടുള്ള ആത്മീയ സാന്നിധ്യത്തിലൂടെ സമാധാനം നേടിക്കൊണ്ടുമാണ് ഇവിടെ നിന്നും ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകുന്നത് എന്നുണ്ട്. ഇന്നും നമുക്ക് ആ വലിയ മാതൃക, അത് വലിയ അത്താണിയാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യം, മുസ്ലിം സമൂഹത്തിൻ്റെ സാഹോദര്യം, അതോടൊപ്പം തന്നെ മറ്റ് സമൂഹങ്ങളുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, അവർക്കൊക്കെ തന്നെ മഹാനവറുകളുടെ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വിചാരിച്ച് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എപി സുദീഷൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ബഹുമാനികളെ, കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച ആണ്ട് നേർച്ച അൽഹംദുലില്ലാഹ് ഇന്നിവിടെ സമാപിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇനം അന്നദാനം. അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് നിർവഹിച്ചിരിക്കുകയാണ്. അന്നദാന ഉദ്ഘാടനം നടത്തിയ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് ജമീൽ തങ്ങൾക്കും ബഹുമാനപ്പെട്ട ബഹാദി ഉസ്താദ് തുടങ്ങി ഷാഫി ഹാജി തുടങ്ങി മമ്പറം മായത്തിൻ്റെ നേതാക്കൾ എല്ലാ സഹോദര സഹോദരിമാർക്കും
പ്രത്യേകിച്ച് ഇവിടെ ഇതിനു വേണ്ടി കല്യാണം ചെയ്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയേഴ്സ്, നാട്ടുകാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.